നമസ്കാരം. ജപ്പാന്റെ മുൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെ കൊല്ലപ്പെട്ട 2 വർഷം പിന്നിടുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ അക്കി ആബെയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഷിൻസോ ആബെയുടെ പേര് ഇതിനു മുൻപ് നമ്മുടെ രാജ്യം ചർച്ച ചെയ്തിട്ടുള്ളത് അടൽ സേതുവിന്റെ ഉദ്ഘാടന വേളയിലായിരുന്നു. അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷിൻസോ ആബെയെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇന്ത്യയിൽ മാത്രമല്ല മറിച്ച് ജപ്പാനിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. എന്റെ പ്രിയ സുഹൃത്ത് അന്തരിച്ച ഷിൻസോ ആബെയെ ഞാൻ ഈ ദിവസം ഓർക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ഞങ്ങൾ രണ്ടുപേരും മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് പദ്ധതി പൂർത്തിയാക്കുമെന്ന് അന്ന് തന്നെ പ്രതിജ്ഞയെടുത്തവരാണ് എന്നുമാണ് മോദി പറഞ്ഞത്. എന്തായാലും നിലവിൽ ജയശങ്കർ അവിടെ എത്തിയതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. ഷിൻസോ ആബെയുടെ അമ്മയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തിപരമായ ഒരു കത്ത് എഴുതിയിരുന്നു. ആ കത്ത് ആബെയുടെ ഭാര്യയ്ക്ക് ജയശങ്കർ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും എക്സിൽ ആബെയുടെ ഭാര്യയോടൊപ്പമുള്ള ചിത്രങ്ങൾ ഉൾപ്പെടെ എസ് ജയശങ്കർ പങ്കുവച്ചിട്ടുണ്ട്. ടോക്കിയോയിൽ നടന്ന 16ാമത് ജപ്പാൻ ഇന്ത്യ വിദേശകാര്യ മന്ത്രിമാരുടെ സ്ട്രാറ്റജിക് ഡയലോഗിൽ പങ്കെടുക്കാൻ ജപ്പാനിൽ എത്തിയതായിരുന്നു എസ് ജയശങ്കർ. ഇതിനിടയിലാണ് വളരെ വ്യക്തിപരമായ ഒരു കൂടിക്കാഴ്ച മോദിയുടെ നിർദ്ദേശപ്രകാരം അവിടെ സംഭവിച്ചത്. ജപ്പാന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം കാലം പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്ന നേതാവാണ് ഷിൻസോ ആബെ എന്ന് പറയുന്നത്. അഹമ്മദാബാദ് മുംബൈ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി അടക്കം ഇന്ത്യയുടെ നിരവധി വികസന പദ്ധതികളിൽ ജപ്പാൻ പങ്കാളിയായത് ആബെയുടെ ഭരണകാലത്തായിരുന്നു. പക്ഷേ 2022 ജൂലൈ 8 തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ആബെ വെടിയേറ്റ് മരിച്ചു. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങിൽ സുരക്ഷാ വെല്ലുവിളികളൊക്കെ ഉണ്ട് എന്ന് പല ആളുകളും മുന്നറിയിപ്പ് കൊടുത്തിട്ട് പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിൽ പങ്കെടുത്തിരുന്നു. അന്ന് മോദി പറഞ്ഞത് എനിക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിനെ നഷ്ടമായി എന്നാണ്. അങ്ങനെ ഒരിക്കൽ കൂടി ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ഒരു ബന്ധം ലോകതലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നു. അതിലുപരിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷിൻസോ ആബെയുടെ കുടുംബത്തോട് ഇപ്പോഴും പുലർത്തുന്ന കരുതലും. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.